അതിനാണ് ഇത്രയും നേരം? സാറിന്റെ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? അത് 10-11 വർഷം കഴിഞ്ഞു. സാധാരണ പുതുമോടിക്കാരാ ഇങ്ങനെ. എന്റെ പൊന്നു സാറേ, കത്ത് പിന്നീട് എഴുതാം. ഇന്ന് രാത്രി ഏതായാലും പോസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. മൂപ്പര് നമ്മെ പോലെ വന്നിട്ട് കാര്യമില്ല, കുടിക്കത്തില്ല. നിങ്ങൾ കുടിക്കത്തില്ല? പിന്നെ നിങ്ങളെ എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കും? കുടിച്ചിട്ടേ ഇല്ല? ഇല്ല, ഒറ്റ വട്ടം പോലും. കറിയാച്ചാ, എന്നാ പിന്നെ നിർബന്ധിക്കണ്ട. പിന്നെ കുടിച്ചാലും കുടിച്ചില്ലേലും ഇവിടെ നക്സലൈറ്റിന്റെ കയ്യിൽപ്പെട്ട തീർന്നു തന്നെ. അതുകൊണ്ട് ഉള്ള സമയം ആഘോഷിക്കാം. കറണ്ട് പോയോ? വാസു, സുഗുണ, അജയചന്ദ്രനും മാളവികയും വെറും കൊളീഗ്സിൻ്റെതായിരുന്നില്ല അവർ തമ്മിലുള്ള ബന്ധം. അവർ പ്രണയത്തിലായിരുന്നു, വിവാഹിതരായിരുന്നു. അധികകാലം നീണ്ടു നിൽക്കാത്ത ഒരു ദാമ്പത്യം. അവരുടെ കഥയാണ് എൻ്റെ, നമ്മുടെ അടുത്ത സിനിമ. എന്ത് അധികാരത്തിന്റെ പുറത്താണ് മിസ്റ്റർ ഈ അഹങ്കാരം? അധികാരം കാണിച്ചു കൊടുക്കണേ. ഇതെന്താണെന്നും ആരണിയിച്ചതാണെന്നും കാണട്ടെ കാമുകൻ. ഒരു വിവാഹമോതിരം ഒന്നിന്റെ അവസാനമല്ല. ആർട്ടിസ്റ്റ് സരോയത്തിന്റെ മോളോട് ചിറ്റം കൂടാൻ മേക്കപ്പ് ആൻഡ് ചന്ദ്രന്റെ മോനെ ആയിട്ടില്ലടാ. നിലയ്ക്ക് നിന്നോണം. പൊറുക്കിയട മോനെ. ഒന്ന് നിന്നേ. നിങ്ങൾ എന്നെ വിളിച്ചത് ഇറക്കി അടിച്ച് അണപ്പല് മുഴുവൻ തറയിടണ്ട എന്റെ സ്വഭാവത്തിന്. ഞാനത് ചെയ്യാത്തത് എവളെ ഓർത്തിട്ടാ. നിങ്ങളുടെയൊക്കെ ചീഞ്ഞളിഞ്ഞ മോന്ത മനുഷ്യനെ കാണാൻ കൊള്ളാവുന്ന പരുവത്തിലാക്കി തീർക്കുന്ന ഒരു മേക്കപ്പ് മാന്റെ മോൻ തന്നെയാ ഞാൻ. അതിനെനിക്ക് അഭിമാനം തന്നെ ഉള്ളൂ. ഇപ്പൊ ചെല്ല്, നമ്മളെ വീണ്ടും കാണും. എന്നോട് വെറുപ്പാണോ അതോ ആ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ളൊരു? എന്നെ മനസ്സിലായിട്ടില്ല അജയന്. ഐ സ്റ്റിൽ ലൈക്ക് യു. ഐ ഓൾവേസ് ലൈക്ക് യു. നിങ്ങളിലെ നടന്റെ ഫാനായിരുന്ന ആ പഴയ കുട്ടി തന്നെയാണ് ഞാൻ. അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ആളുകൾ പറയും പോലെ അതല്ല സത്യം. അണ്ണാ, ഞങ്ങൾ അവിടെ ശരിക്കും നീയും അവളും കൂടെ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വിളിപ്പിച്ചതല്ല ഞാൻ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, സിനിമ ജയിക്കുന്നവന്റെ മാത്രം കളിസ്ഥലമാണ്. നീ അവിടെ തോറ്റവനാ, ഒരിക്കലല്ല പല വട്ടം. നമുക്ക് ഈ കുഞ്ഞിനെ കളയാം. അജയചന്ദ്രൻ സാറിനോട് പറയണം, മയ്യമ്പർത്ത് അഹമ്മദിന്റെ മകൻ മദ്രസയിൽ പോകുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായിരുന്നു. രണ്ട് ഡ്രിങ്കിന്റെ ഹൈയിൽ മാളവിക കിടക്കയിലേക്ക് ക്ഷണിക്കും ഏത് പട്ടിയെയും എന്ന് നീയും കേട്ടിരിക്കും. ഐ ജസ്റ്റ് ഫീൽ സോറി ഫോർ ദാറ്റ്. ഗുഡ് നൈറ്റ്. யாரையா நீ? யோ, என்னையா பாக்குறேன்? கதவு சாத்திட்டு போயா. சூடு காட்டு கூட நிம்மதியா போட மாட்டேன். வளர்மதி,
അറപ്പ് തോന്നുന്നു നിങ്ങളോട്, നിങ്ങളുടെ ഭാര്യ എന്ന സ്റ്റേറ്റസിനോട്. യു ആർ എ യൂസ്ലെസ് പീസ് ഓഫ് ഷിറ്റ്. മരണത്തിനെ അല്ലാതെ ഒന്നിനെയും കാത്തിരിക്കാനില്ലാതെ എന്നെ തേടി അവൻ വന്നു. അപ്പു, ബേബിച്ചേട്ടന്റെ മകൻ. ഉണരുകയായി ഇനി busy days, lovely days, ഈ college days. Excuse me. CBIT. Thanks. Excuse me. Please. ഇവൻ ആരടാ? ഡേയ്. ഇവിടെ വാടാ. ഇവൻ ആരാ? എന്റെ ഡ്രൈവർ. നീ ആ സാധനങ്ങളൊക്കെ കൊടുത്തേ. ദാ ഈ ബക്കറ്റോടെ പിടി. പേരുകൾ പറയടാ. അർജുൻ സർ, ബാലു സർ, ചന്തു സർ, മാധു സർ. എല്ലാരും സെല്യൂട്ട് ചെയ്യടാ. മധു ഇവിടെ വാ. ഞാൻ ഹാഫ് സാരി എടുത്ത് വന്നില്ലെങ്കിൽ അവനെന്നെ കൊല്ലുമെന്ന് ഉറപ്പാ. ഒന്നും എടുത്തോണ്ട് വന്നാലെന്താ? അവന്റെ ശല്യം തീർന്നു കിട്ടില്ലേ? എന്നെ വെച്ച് നീ അവരുടെ ബെറ്റ് കിട്ടിയെന്നോ? നാണോല്ലേടാ നിനക്ക്? ഏയ് കാര്യമാക്കാതെ. ഡേയ് ചന്തു ശരിക്കും എഴുതടാ. എന്റെ അനിയത്തി അല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ ബൈക്കിൽ കയറുന്നത്, അതോ മാധുവും, അതും ധാവണി എടുത്ത് പോരാത്തതിന് നല്ല മഴയും. ഐ തിങ്ക് ദിസ് ഈസ് ലൈഫ്. നീ ഫിലിം പെട്ടി തട്ടിയെടുത്തോണ്ടോ അല്ലടാ? ആരാ നീ? കുഞ്ഞാപ്പു, മലപ്പുറം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. 152 റുപ്പിക 99 പൈസ. അലൈക്കും അസ്സലാമിന് കാശ. ഓഹോ, ഉമ്മയും തുടങ്ങിയ ഉപദേശം. ഓളെന്നോട് പണ്ടവും പണവും വാങ്ങി ഒരു നിക്കാഹ് കഴിക്കാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഓടെ ഭർത്താവിന് ഗൾഫിൽ പോകാൻ ഒരു വിസ ശരിയായിട്ടുണ്ട്. അതിനൊരു 50,000 റുപ്യ വേണം. ഉമ്മയ്ക്ക് എന്താ വേണ്ടത്? എത്ര റുപ്യ വേണോടാ? ശരിയാ, 50,000 റുപ്യ എനിക്ക് വേണം. ഞാൻ ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെ തന്നെ ചോദിക്കാം? ഇനി പ്രശ്നത്തിലേക്ക് കടക്കാം. സാറേ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ